മലയാളികളുടെ പ്രിയങ്കരിയാണ് നടി നവ്യ നായർ. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന നടി 2022 മുതൽ സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമായ സാന്നിധ്യമായി മാറി. സ്റ്റേജ് പ്രോഗ്രാമുകളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി തിരക്കിലാണ് നവ്യ ഇപ്പോൾ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ നടി അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. താൻ പൊതുപരിപാടികൾക്കും അവാർഡ് ഫംഗ്ഷനും മറ്റുമായി വാങ്ങിയ ഒരു തവണ മാത്രം ഉപയോഗിച്ച വില കൂടിയ സാരികൾ മിതമായ നിരക്കിൽ വിൽക്കുന്നു. അതിനായി പ്രീ ലവ്ഡ് ബൈ നവ്യ എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജും നവ്യ തുടങ്ങി. എല്ലാ സാരികളും ഓരോ പീസ് വീതമേ ഉള്ളൂ, അതിനാൽ ആദ്യം ബന്ധപ്പെടുത്തുന്നവർക്ക് അത് കിട്ടും. ഈ പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് നവ്യയെ വിമർശിച്ചെത്തിയത്. പണം എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല, ഇനിയും പണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്ത്രം വരെ വിൽക്കുന്നു, അത് നിർധനർക്ക് ദാനം ചെയ്തുകൂടെ എന്നിങ്ങനെ വിമർശനങ്ങളും ചിലർ വളരെ മോശം ഭാഷയിൽ ഉള്ള സന്ദേശങ്ങളും നവ്യയ്ക്ക് അയച്ചു. എന്നാൽ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം നവ്യയുടെ സാരികൾ വിറ്റുപോയി. ആ പണം നവ്യ ഉപയോഗിച്ചത് പത്തനാപുരത്ത് ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് പുതുവസ്ത്രം വാങ്ങാനാണ്. കുറ്റപ്പെടുത്തിയവരോടും ശകാരിച്ചവരോടും നവ്യയ്ക്ക് പരാതിയില്ല. അമ്മയോടും മകനോടും ഒപ്പം എത്തിയാണ് നവ്യ അന്തേവാസികളെ കണ്ടത്. പല സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ അച്ഛനമ്മമാർ എത്തിച്ചേർന്നതെന്നും നമുക്കാരെയും പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ലെന്നും നവ്യ പറഞ്ഞു. പ്രീ ലവ്ഡ് ബൈ നവ്യ എന്ന ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.